ഹലോ ട്രേഡേഴ്സ്, മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ബൈ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അപ്പം ഈ സ്ട്രാറ്റജിയുടെ പേര് ബിയർ ട്രാപ്പ് സ്ട്രാറ്റജി എന്നാണ്. അതായത് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ ബിയേഴ്സ് ട്രാപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെ ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിന് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ആ കണ്ടീഷൻസ് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. അപ്പം നമുക്ക് ഇത് മാർക്കറ്റിന്റെ ഓപ്പണിംഗിലാണ് ഈ എൻട്രി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്യേണ്ടത്. പിന്നെ അത് എൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് തൊട്ട് തലേദിവസം, അതായത് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിന് മുന്നായിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് തൊട്ട് തലേദിവസം ക്ലോസിംഗ് വെച്ചിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഈ ഓപ്പണിങ്ങിൽ നമ്മൾ എൻട്രി അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എടുക്കണമെങ്കിൽ തൊട്ട് തലേദിവസം ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കണം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് പറയാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ സ്ട്രാറ്റജിയുടെ കണ്ടീഷൻ ജസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പി ഡി സി മസ്റ്റ് ബി ഈക്വൽ ടു ഓർ നിയർ ടു പി ഡി എൽ. അതായത് പി ഡി സി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ക്ലോസിംഗ്, പി ഡി എൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ, അതായത് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഓപ്പണിംഗിൽ എടുക്കണമെങ്കിൽ, അതായത് ഈ ഒരു ബിയർ ട്രാപ്പ് സ്ട്രാറ്റജി നമുക്ക് മാർക്കറ്റിന് ഓപ്പണിംഗിൽ എടുക്കണമെങ്കിൽ തൊട്ട് തലേ ദിവസം മാർക്കറ്റ് ഒരു കണ്ടീഷൻ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പം ആ കണ്ടീഷൻ എന്താണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത്. അതായത് മാർക്കറ്റ് തൊട്ട് തലേ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ തൊട്ട് തലേ ദിവസത്തെ അന്നത്തെ ദിവസത്തെ ലോയ്ക്ക് അടുത്തായിരിക്കണം മാർക്കറ്റ് ക്ലോസിങ്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ലോ തന്നെ ആയിരിക്കണം ക്ലോസ്. അപ്പം ഞാനിപ്പോൾ ഈ ചാർട്ട് കാണുന്നത് നിങ്ങൾ 1 മിനിറ്റിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് 5 മിനിറ്റിലോട്ട് ഒന്ന് മാറ്റി കാണിക്കും. അപ്പം എന്തായാലും കുറച്ചും കൂടെ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതാണ് അതായത് ഇതിപ്പം മാർച്ച് 2-ാം തീയതി ഓപ്പണിംഗിൽ ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്തു. അപ്പം ആ ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഏപ്രിൽ 2-ാം തീയതി ഈ ഒരു മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഫോം ചെയ്തു. അപ്പം ഏപ്രിൽ 2-ാം തീയതി നമുക്ക് ഈ ബിയർ ട്രാപ്പ് സ്ട്രാറ്റജി നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ഏപ്രിൽ 1-ാം തീയതിത്തെ ക്ലോസിംഗ് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പം ഏപ്രിൽ 1-ലെ ക്ലോസിംഗ് നമുക്ക് നോക്കാം. ഏപ്രിൽ 1-ാം തീയതി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോള് വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോള്, അതിനുശേഷം മാർക്കറ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഡേയില്, അതായത് മാർക്കറ്റ് ഏകദേശം ഒരു മണി തൊട്ട് പിന്നെ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഫുൾ ടൈം മാർക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് എപ്പോഴും നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും, അതായത് മാർക്കറ്റ് ക്ലോസിംഗിൽ ഇതുപോലത്തെ റേഞ്ചുകൾ, പ്രത്യേകിച്ച് നാരോ റേഞ്ചുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അത് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. അപ്പം ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഓപ്പണിംഗിൽ അല്ലെങ്കിൽ ഇത് ഒബ്സർവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കണം. അപ്പം ഈ റേഞ്ചിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്ത ദിവസം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലോസിംഗിലെ റേഞ്ച് എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാനിപ്പം ബിയർ ട്രാപ്പിന്റെ സ്ട്രാറ്റജിയോട് ബന്ധപ്പെട്ട് പറയുന്നതല്ല, ജസ്റ്റ് ഇപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് തൊട്ടടുത്ത ദിവസം ഈ ഇങ്ങനത്തെ റേഞ്ചുകൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ കേസിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ, ഇവിടെ മാർക്കറ്റ് ഒരു മണി തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനും വരെ ഒരു നാരോ റേഞ്ചിൽ ആണ് മാർക്കറ്റ് ഫുൾ ടൈം നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇതാണ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ ലോയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഇവിടെ ഈ ഒരു ലെവലിൽ നിന്നും സെല്ലിങ് വന്നിട്ട് പിന്നീട് യാതൊരു തരത്തിലുള്ള റിക്കവറിയും ഇല്ലാതെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതായത് മാർക്കറ്റ് തൊട്ട് തലേദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു അൾട്രാ ബെയറിഷ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യാതൊരു റിക്കവറിയും കാണുന്നില്ല. അപ്പം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും തൊട്ട് തലേദിവസത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗിൽ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് എന്തായിരിക്കും? കാരണം ഒത്തിരി പേര് സെൽഫ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെ? അതായത് തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് വീണ്ടും ഫോളോ ചെയ്യുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിൽ തൊട്ട് തലേദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുമ്പോഴത്തേനും കോളർ റൈറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേര് കാണും. അതുപോലെ തന്നെ പൊട്ട് മേടിച്ചിരിക്കുന്ന ഒത്തിരി പേര് കാണും.
അപ്പം ഈ രണ്ട് കൂട്ടരും തൊട്ടടുത്ത ദിവസം പ്രതീക്ഷിക്കുന്ന എന്താണ്? അതായത് അവർക്ക് ലാഭം കിട്ടണമെങ്കിൽ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് ആ ലെവലിൽ നിന്ന് വീണ്ടും താഴോട്ട് പോയെങ്കിൽ മാത്രമേ ഇവിടെ കോൾ റൈറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പൊട്ട് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ലാഭം കിട്ടത്തുള്ളൂ, അല്ലേ? അതായത് മാർക്കറ്റ് ബിയേഴ്സ് ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് തൊട്ട് തലേ ദിവസം. അപ്പം ഇന്ന് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം നമ്മുടെ സ്ട്രാറ്റജിയുടെ പേര് തന്നെ ബിയർ ട്രാപ്പ് എന്ന്. അതായത് തൊട്ടടുത്ത ദിവസം ബിയേഴ്സ് ട്രാപ്പിലാവണമെങ്കിൽ എന്തായിരിക്കണം മാർക്കറ്റിൽ സംഭവിക്കേണ്ടത്? അതായത് ഈ സെല്ലിങ് തൊട്ടടുത്ത ദിവസവും ഈ സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് തൊട്ട് തലേ ദിവസം ഉണ്ടായിരുന്നത്. അപ്പം അവർ ട്രാപ്പിലാവണമെങ്കിൽ എന്തായിരിക്കണം? അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കണം. അതായത് ഓപ്പണിങ്ങിൽ ഒരു സെല്ലിങ് നടക്കുന്നതിന് പകരം ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? തൊട്ട് തലേദിവസം സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഓപ്പണിങ്ങിൽ വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓപ്പണിങ്ങിൽ പൊട്ട് മേടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ വീണ്ടും ഫ്രഷ് ആയിട്ട് കോൾ റേറ്റ് ചെയ്യുന്ന ആൾക്കാരും, ഈ രണ്ട് കൂട്ടരും ട്രാപ്പിലായി പോകും. അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടർക്കും, അതായത് പൊട്ട് മേടിച്ച ആൾക്കാർക്കും അല്ലെങ്കിൽ കോൾ റൈറ്റ് ചെയ്ത ആൾക്കാർക്കും ഓപ്പണിങ്ങിൽ മാർക്കറ്റ് പൊട്ടും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ സംഭവിക്കാൻ വരുമ്പോഴത്തേന് എന്തായിരിക്കും? മാർക്കറ്റ് കയറുമ്പോഴത്തേന് ഇവർക്ക് ഇവരുടെ പൊസിഷൻസ് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ സംഭവിക്കും. അപ്പം അതാണ് ബിയർ ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് ബിയേഴ്സ് ട്രാപ്പിലായി, ഓപ്പണിങ്ങിൽ ബിയേഴ്സ് ട്രാപ്പിലായി. അപ്പം ഇന്ന്, അതായത് ഏപ്രിൽ 2-ാം തീയതി, ഇത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഏപ്രിൽ 1-ാം തീയതി മാർക്കറ്റ് ഡേ ലോയ്ക്ക് അടുത്തായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? ട്രാപ്പിലാവണമെങ്കിൽ അപ്പം ഇതിനകത്ത് ഞാൻ രണ്ട് സിനാരിയോ കൂടെ പറയാം. അതായത് ഏറ്റവും പെർഫെക്റ്റ് സിനാരിയോ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഈ ജസ്റ്റ് ലോയ്ക്ക് താഴെ അല്ലെങ്കിൽ ലോയും കൂടെ തൊട്ട് തലേദിവസം ലോയോടെ കട്ട് ചെയ്തുകൊണ്ട് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോകാതെ ഇമ്മീഡിയറ്റ്ലി അത് അവിടെ റിവേഴ്സ് ചെയ്തിട്ട് ഈ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേന് അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇവിടെ റെഡ് ക്യാൻഡിൽ കാണുമ്പോഴത്തേനും ചാടിക്കയറി അന്നേരം, അതായത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ മറ്റേ കോൾ റേറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയ ആൾക്കാരും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി മിസ്സായ ആൾക്കാരും, അല്ലെങ്കിൽ തൊട്ട് തലേദിവസം പൊട്ട് മേടിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി മിസ്സായ ആൾക്കാരും ഈ ഓപ്പണിങ് ഇതിന്റെ താഴെയാണെന്ന് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് കണ്ടുകൊണ്ട് ഫ്രഷ് ആയിട്ട് വീണ്ടും ചാടി കയറി അവർ പൊട്ട് മേടിക്കും അല്ലെങ്കിൽ കോൾ റൈറ്റ് ചെയ്യും. 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ റെഡ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് മേളിലോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? തലേദിവസം മറ്റേ പൊട്ട് മേടിച്ചവരും കോൾ റൈറ്റ് ചെയ്തവരും, ഇന്നത്തെ മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ പൊട്ട് മേടിച്ചവരും കോൾ റൈറ്റ് ചെയ്ത ആൾക്കാരും ട്രാപ്പിലാവും. പക്ഷേ ഇവിടെ ആ സിനാരിയോ അല്ല സംഭവിച്ചിരിക്കുന്നത്. അതിന് പകരം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ തൊട്ട് തലേദിവസം ക്ലോസിങ്ങിന് മുകളിലാണ്. അതിനുശേഷം ഒരു ചെറിയ സെല്ലിങ് വന്നു. അപ്പം നമുക്ക് തോന്നും ഇവിടെ ആദ്യത്തേത് 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ആ ക്യാൻഡിലിന്റെ ലോയും ബ്രേക്ക് ഔട്ട് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു. പക്ഷേ അപ്പം നമുക്ക് തോന്നും ഇതിവിടെ മാർക്കറ്റ് താഴോട്ട് പോവാണെന്നുള്ളത് നമുക്കൊരു തോന്നൽ വരും. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഈ നിഫ്റ്റിയുടെ കൂട്ടത്തിൽ, അപ്പൊ നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ നിഫ്റ്റി മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു, അതായത് ഇതിന് നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ കോൺഫ്ലുവൻസ് എന്ന് പറയും. അതായത് നിഫ്റ്റി മാത്രം നോക്കിയാൽ പറ്റത്തില്ല. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പൊ നിഫ്റ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇതുള്ളത്, വെയിറ്റേജ് ഉള്ളത് ബാങ്കിങ് സ്റ്റോക്കുകൾക്ക്. അപ്പം ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയെ കൂടുതലും അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങളിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ 2-ാമത്തെ ക്യാൻഡിൽ ഒരിക്കലും ആദ്യത്തെ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. മനസ്സിലായോ? അപ്പം എന്താണ്, നിഫ്റ്റിയിൽ 2-ാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിന്റെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോയെങ്കിലും ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആയിട്ട് നിൽക്കുവാണ്. അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് തൊട്ട് തലേദിവസത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ആ റേഞ്ചിന്റെ പ്രാധാന്യം ഇതാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന എവിടെയാണ്? അതായത് തൊട്ട് തലേദിവസം മാർക്കറ്റ് അവസാനത്തെ മണിക്കൂറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ആ റേഞ്ചിന്റെ ഹൈയും ലോയും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടഡ് ആക്ട് ചെയ്യും. അപ്പോഴത്തേനും ഈ ഒരു റേഞ്ചിന്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും, അതായത് ഈ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത മേളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേനും ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് അവിടെ ആക്ട് ചെയ്യുവാണ്. അപ്പം ആസ് ലോങ് ആസ് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യാതെ നമുക്കൊരു പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മുടെ മാർക്കറ്റിന്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കോൾ സൈഡിലോട്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എൻട്രി എടുക്കാൻ ഓപ്പണിംഗിൽ പറ്റത്തുള്ളൂ.
അപ്പം നിങ്ങൾ ഇപ്പൊ നിഫ്റ്റിയിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ നിഫ്റ്റിയിൽ രണ്ടാമത്തെ ക്യാൻഡലില് ആദ്യത്തെ ക്യാൻഡൽ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്തും ബാങ്ക് നിഫ്റ്റിയിൽ രണ്ടാമത്തെ ക്യാൻഡൽ ആദ്യത്തെ ക്യാൻഡൽ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അലേർട്ട് ആയിരിക്കണം. അതായത് ഈ നിഫ്റ്റിയുടെ ഫോള് അവിടെ അത് ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്താ സംഭവിച്ചത്, അതായത് നിഫ്റ്റിയില് അതായത് നിഫ്റ്റിയിൽ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു ഷാർപ്പ് റിവേഴ്സൽ വന്നു. ആ ഷാർപ്പ് റിവേഴ്സലിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഇത് നിഫ്റ്റി മാത്രം നിങ്ങൾ നോക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഈ റിവേഴ്സൽ വന്നെന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ, ഞാനിപ്പോ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും കൂടെ ആ സമയത്ത് നോക്കിയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മള് ഇപ്പൊ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും, രണ്ടാമത്തെ ക്യാൻഡില് ആദ്യത്തെ ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല, അവിടുന്ന് ഷാർപ്പായിട്ട് ബൗൺസ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് 5 മിനിറ്റിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടി. അപ്പൊ നമ്മളിപ്പോ എൻട്രി എടുക്കേണ്ട എവിടെയാന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം നിങ്ങളിത് 1 മിനിറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് നമ്മൾ 1 മിനിറ്റ് ചാർട്ടോട്ട് മാറ്റുമ്പോഴത്തേനും നിങ്ങൾ അഗ്രസീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഓപ്പൺ ക്യാൻഡലിന്റെ ലോയിൽ തന്നെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. ആ സമയത്ത് നിഫ്റ്റി താഴോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിഫ്റ്റിയിൽ നിങ്ങൾ ഇപ്പൊ ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആ സമയത്ത് ഇതുപോലെ ഇതാണ് ആ നിഫ്റ്റി താഴോട്ട് പോയി. അപ്പം ഈ ഒരു സമയത്ത്, അതായത് 9:23 സമയത്ത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ആ 9:23 സമയത്തും എന്താ സംഭവിച്ചിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി ആ സമയത്തും ഈ ഓപ്പൺ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേ ഇല്ല. കണ്ടോ? അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാങ്ക് നിഫ്റ്റി സൂപ്പർ ബുള്ളിഷ് ആണ്. അപ്പം 2-3 കാരണങ്ങളുണ്ട്. അതായത് എന്താണ്, അതായത് തൊട്ട് തലവശം ലോയ്ക്ക് മുകളിലാണ്, പിന്നെ ഈ റേഞ്ചിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനും, മാർക്കറ്റ് ഓപ്പണിംഗിൽ ഇങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പി സൈഡിലോട്ട്, കാരണം ഒരു വീക്ക്നെസ് ഇപ്പൊ ഇവിടെ ഇല്ല. നമുക്ക് ഒരു പി സൈഡിലേക്ക് എൻട്രി പരിഗണിക്കണമെങ്കിൽ ആദ്യം ഈ ഒരു തൊട്ട് തലേദിവസത്തെ ഈ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്യണം. പിന്നെ പി ഡിയിലും ബ്രേക്ക് ഡൗൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പി സൈഡിലോട്ട് നമുക്ക് എൻട്രി പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് സംഭവിക്കാത്തടത്തോളം സമയവും നമ്മൾ ഇപ്പം ഓപ്പണിംഗിൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നാൽ പോലും നമ്മുടെ ഒരു ഡയറക്ഷൻ എന്ന് പറയേണ്ടത് നമ്മൾ കോൾ സൈഡിലോട്ട് ആയിരിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ നമുക്ക് അവിടെ വാങ്ങിക്കാം. ഞാനിപ്പം ഈ നിഫ്റ്റിയുടെ ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് 23,200 എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് സ്ലൈറ്റ്ലി OTM ആണ്. അപ്പം ഈ 23,200ന്റെ സിയുടെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിപ്പോ നിഫ്റ്റിയുടെ 23,200ന്റെ സിയുടെ ചാർട്ടാണ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. അതായത് 1 മിനിറ്റില് ചാർട്ടില് സ്പോട്ട് ചാർട്ടില് 1 മിനിറ്റിന്റെ ഫസ്റ്റ് ക്യാൻഡിന്റെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 9:20 പിന്നെ 23, 21, 22, 23 ക്യാൻഡിലെല്ലാം ഈ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയെങ്കിലും, അതായത് സ്പോട്ട് ചാർട്ടാണെന്ന് പറയുന്നത്, അതായത് സ്പോട്ട് ചാർട്ടില് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയെങ്കിലും നിങ്ങൾ 23,200ന്റെ സിയുടെ ചാർട്ടിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇതുകൊണ്ടോ, അതായത് ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിന്റെ ലോയുടെ താഴെ ഈ ഒരു പ്രീമിയം ചാർട്ടിനകത്ത് ഇത് ക്ലോസ് ചെയ്തിട്ടേ ഇല്ല. കണ്ടോ? അതായത് നിങ്ങൾ സ്പോട്ട് ചാർട്ടില് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് 9:22, 23,
24 ക്യാൻഡിലുകളെല്ലാം തന്നെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലെ ലോയുടെ താഴെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് പോലും പ്രീമിയം ചാർട്ടില് ഇവിടെ ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലെ ലോയുടെ താഴെ ക്ലോസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് പ്രീമിയം ചാർട്ടില് ഭയങ്കര അതായത് കോൾ സൈഡില് സെല്ലിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ സെല്ലേഴ്സിന് സെല്ല് ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര പ്രഷർ, അതായത് അവരുടെ ഷോർട്ട് കവറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷോർട്ട് കവറിങ് ഇല്ല. അതായത് സ്പോട്ട് ചാർട്ടിലെ സെയിം കാര്യം തന്നെ പ്രീമിയം ചാർട്ടിൽ നടന്നിരുന്നെങ്കിൽ ഈ ഒരു ക്യാൻഡലുകള്, അതായത് ഈ 9, 22, 23, 24 ക്യാൻഡലുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിന് താഴെയാണ് ക്ലോസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ പ്രീമിയം ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ, പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ഓപ്പണിങ്ങിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കൊന്നും ഒരിക്കലും ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോഴത്തേനും നിങ്ങൾ ഓപ്പണിങ്ങിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇത് ചിലപ്പോൾ കുറെ നാളുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്യാനും പറ്റത്തില്ല. നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചാർട്ടിൽ ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും ഞാനിതൊരു നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് കൂടുതലും നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് അടിപൊളി ട്രേഡുകൾ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ചാർട്ടിൽ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റണം ഏത് സൈഡാണ്, അതായത് കോൾ സൈഡിലാണോ ആൾക്കാർ നിൽക്കുന്നത് അല്ലെങ്കിൽ പുട്ട് സൈഡിലാണോ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ കോളിൽ ആൾക്കാർ പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. സ്പോട്ട് ചാർട്ടിൽ 1 മിനിറ്റിൽ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടും പ്രീമിയം ചാർട്ടിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പം ഇത് തന്നെ നമുക്ക് ഫസ്റ്റ് ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ഈ ഒരു ഓപ്പൺ ക്യാൻഡിന്റെ ലോയുടെ അവിടെ നമുക്ക് ഈസിലി നമുക്ക് കോള് മേടിക്കാം എന്നുള്ളതിന്റെ ഫസ്റ്റ് സിഗ്നൽ ആണിത്. നിങ്ങൾ നോക്കുക, ഇവിടുന്ന് എത്ര പോയിന്റ് ആണ്, അതായത് ഈ ഒരു സമയം, അതായത് ഓപ്പൺ ക്യാൻഡിന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 101 രൂപ, 100 കൂട്ടിക്കോ, അല്ലെങ്കിൽ 101, 102 രൂപ കൂട്ടിക്കോ. അത് അവിടുന്ന് പോയ പോക്കെന്ന് പറയുന്നത് 161 രൂപ വരെ പോയി. അതായത് ഏകദേശം 60 പോയിന്റ് ആണ്, അല്ലെങ്കിൽ 60 രൂപയാണ് നമുക്ക് പ്രീമിയത്തിനകത്ത് നമുക്ക് മോർണിംഗിൽ, അതായത് സമയം നിങ്ങൾ നോക്കണം, അതായത് 9, 22, 23, അത് 9, 25 ആയപ്പോഴത്തേന് നമുക്ക് 60 പോയിന്റ് പ്രീമിയത്തിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഒരു ബിയർ ട്രാപ്പിൽ നമുക്ക് ഇന്ന് ഏപ്രിൽ 2-ാം തീയതി നമുക്ക് കിട്ടിയിരുന്നത്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്കിത് ഇവിടെ ഒരു എൻട്രി എടുക്കാനും നിങ്ങൾ വിട്ടുപോയെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് വീണ്ടും മാർക്കറ്റ്, അതായത് നമുക്ക് വെയിറ്റ് ചെയ്യണം, അതായത് പേഷ്യൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്ഷൻ വയർക്ക് വേണ്ടിയ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. അതായത് നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഓക്കെ, വിട്ടുപോയി, ഇവിടെ എൻട്രി എടുക്കാൻ നിങ്ങൾ വിട്ടുപോയി. മാർക്കറ്റ് നോക്കിക്കേ, വീണ്ടും ഈ ലെവലിൽ നിന്ന് നല്ലൊരു സെല്ലിങ് വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്ത ലെവൽ നിങ്ങൾ നോക്കുക. അതായത് എക്സാക്ട്ലി ഈ ലെവൽ വന്നപ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു. ഇവിടെ നിങ്ങൾ എടുക്കാൻ വിട്ടുപോയെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ലെവലിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇനിയിപ്പം ഇവിടെയും വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടി. അപ്പം ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ 97 രൂപയ്ക്ക് എൻട്രി എടുത്തിരുന്നെങ്കിൽ വീണ്ടും ഒരു 130, അല്ലെങ്കിൽ ഏകദേശം ഒരു 40 രൂപ അല്ലെങ്കിൽ 30 രൂപ എന്ന് കൂട്ടിക്കും. എന്നാൽ പോലും നമുക്ക് ഒരു 30 രൂപയുടെ ഒരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്കിവിടെ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്ക് വെച്ചിട്ട് നിങ്ങളും മാർക്കറ്റിൽ ഇത് ഒബ്സർവ് ചെയ്യുക. അതായത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല്, അതായത് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ നിഫ്റ്റിയെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയും സ്ട്രോങ് ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ക്യാൻഡിന്റെ ലോയുടെ സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി എടുത്ത് നിൽക്കുന്നു. അപ്പം അത് ഒന്നാമത്തെ നമുക്ക് ഒരു കോൾ സൈഡിൽ എൻട്രി എടുക്കാനുള്ള ആദ്യത്തെ നമുക്കുള്ള കൺവിക്ഷൻ തരുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അതായത് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ക്യാൻഡിന്റെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടും ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ മുകളിലുള്ള ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പം നമുക്ക് കോൾ സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കാനുള്ള നമുക്ക് അതിന്റെ റീസൺസ് നമുക്ക് ഒന്നിൽ കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീമിയം ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും, നിഫ്റ്റിയുടെ പ്രീമിയം ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. അതായത് ഓപ്പൺ ക്യാൻഡിന്റെ ലോയെ
ലോയുടെ താഴെ പ്രീമിയം ചാർട്ടിലും സിയുടെ പ്രീമിയം ചാർട്ടിലും പ്രൈസ് ക്ലോസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരേ സമയത്ത് നമുക്കൊരു സിഗ്നൽ തരുവാണ്, അതായത് നമുക്ക് കോൾ സൈഡിൽ എൻട്രി എടുക്കാനായിട്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മാർക്കറ്റിൽ ഓപ്പണിംഗ് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അപ്പം ഇത് ഒരിക്കലും മാർക്കറ്റ് എപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതായത് ഒരിക്കലും നമുക്കൊരു മാർക്കറ്റ് ഏത് സമയത്ത് ആണ് ഈ ഒരു റിവേഴ്സൽ വരുന്നതെന്നൊന്നും ഒരിക്കലും നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പല ദിവസങ്ങളിലും പല ടൈപ്പിലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് കണ്ടീഷൻ നിങ്ങൾ ആദ്യം നോക്കണം. അതായത് ബിയർ ട്രാപ്പ് മാർക്കറ്റിന് ഓപ്പണിംഗിൽ ഈ ബിയർ ട്രാപ്പ് വെച്ച് നിങ്ങൾ എൻട്രി എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പറയുകയാണ്, അതായത് തൊട്ട് തലേദിവസം മാർക്കറ്റിന്റെ ക്ലോസിംഗിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്പണിംഗിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉള്ളൂ. അല്ലെങ്കിൽ തൊട്ട് തലേദിവസം ക്ലോസിംഗ് ഇങ്ങനെയല്ല എങ്കിൽ ഈ ഒരു ബിയർ ട്രാപ്പ് ഓപ്പണിംഗ് സ്ട്രാറ്റജിക്ക് യാതൊരു പ്രസക്തി ഇല്ല, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന തൊട്ട് തലേദിവസം ക്ലോസിംഗിന് കണ്ടീഷൻ ആദ്യം, അപ്പൊ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തൊട്ട് അടുത്ത ദിവസം നമുക്ക് ഓപ്പണിംഗിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തൊട്ട് തലേദിവസം നമുക്ക് മനസ്സിലായി. അപ്പം തൊട്ട് തലേദിവസത്തെ ക്ലോസിംഗ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പണിംഗിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത് ഇവിടെ ട്രാപ്പിംഗ് നടക്കുന്നുണ്ടോ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ കോൾ സൈഡിലോട്ട് നമ്മൾ എൻട്രി എടുക്കാനാണ് നമ്മൾ ഓപ്പണിംഗ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ വേറൊരു ദിവസം കൂടെ കാണിച്ചു തരാം, അതായത് ഈ ഒരു ബിയർ ട്രാപ്പ് സംഭവിച്ചിരിക്കുന്ന വേറൊരു ദിവസം കൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പൊ നിഫ്റ്റിയില് ഈ ഒരു ബിയർ ട്രാപ്പ് സംഭവിച്ചത് തൊട്ട് അടുത്ത ദിവസം, അതായത് ഇതിനു മുന്നേ മാർച്ച് 27 സംഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് മാർച്ച് 27 ഇതുപോലെ ചെറിയൊരു ബിയർ ട്രാപ്പ് സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് മാർച്ച് 26 മാർക്കറ്റില് മോർണിംഗ് തൊട്ടൊരു സെല്ലിങ് നടന്നു. ഇവിടെ കാണാൻ പറ്റും. അതായത് മോർണിംഗ് തൊട്ട് മാർക്കറ്റിൽ ഒരു സെല്ലിങ് നടന്നു. അപ്പം അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന എവിടെ നിങ്ങൾ നോക്കുക. അതായത് മാർക്കറ്റിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇതാണ്. മാർക്കറ്റിന്റെ ക്ലോസിംഗ് ഇതാണ് മാർക്കറ്റിന്റെ അന്നത്തെ ലോയെ. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് എന്താണ്, അതായത് മാർക്കറ്റ് അന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതായത് മാർച്ച് 26 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അന്നത്തെ ദിവസത്തെ ലോയ്ക്ക് തൊട്ടടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെ മാർക്കറ്റ് ഒരു ദിവസം ക്ലോസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അടുത്ത ദിവസം നമ്മൾ നോക്കേണ്ടത് ബിയർ ട്രാപ്പിംഗ്, അതായത് സെല്ലേഴ്സ്, അതായത് തൊട്ട് തലേദിവസം സെല്ലിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാര് പിന്നെ മോർണിംഗിൽ സെല് ചെയ്യുന്ന ആൾക്കാരും, ഈ രണ്ട് കൂട്ടരും ട്രാപ്പിലാകുമ്പോഴത്തേനാണ് നമുക്ക് ഈ ഒരു ട്രാപ്പിംഗ് വെച്ചിട്ട് നമുക്ക് ഒരു കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുക, ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പം നമുക്ക് ചിലപ്പോൾ ഒരു സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഇത് കണ്ടോ, ഓപ്പണിംഗിൽ തന്നെ ഇവിടെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്നു. പിന്നെ ഈ ഒരു ഇത് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ മാർക്കറ്റ് പോകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ എൻട്രി എടുക്കാൻ നമുക്ക് ചാൻസ് കിട്ടിയെന്ന് വരത്തില്ല. അത് ലീവ് ചെയ്തേക്കുക. നമുക്ക് എപ്പോഴും നമുക്ക് ഒരു കോൾ ഓപ്ഷൻ മേടിക്കണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വേണം. അപ്പം ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അവിടെ ഒരു സെറ്റപ്പ് ഫോം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു കാര്യം ഈ ഒരു ഡേറ്റിലെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചത്, ഇവിടെ നമ്മുടെ ബിയർ ട്രാപ്പിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് തൊട്ട് തലേദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അന്നത്തെ ലോയ്ക്ക് അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അത് ശരിയാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പണിംഗിൽ ട്രാപ്പിംഗ് നടന്നു. പക്ഷെ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് ഫോം ചെയ്തു. പക്ഷെ നമുക്കൊരു കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സപ്പോർട്ട്, അപ്പം അതും കൂടെ നിങ്ങൾ നോക്കണം. അല്ലാതെ കണ്ടീഷൻസ് എല്ലാം ഉണ്ട് എന്നാൽ ചാടിക്കേറി മാർക്കറ്റ് മുന്നോട്ട് പോകാതിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് എൻട്രി എടുക്കാന്നുള്ളതല്ല. മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് മാർക്കറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു സപ്പോർട്ടിൽ വന്നെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അല്ലാതെ യാതൊരു കാരണവശാലും ചാടിക്കേറി ഒരു ഫോമോയിൽ അല്ലെങ്കിൽ ഇത് കയറി പോവാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ബുർജ് ഖലീഫ പോലെ മേലോട്ട് കയറി പോകാതിരിക്കുന്ന ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു തോന്നൽ ഒരിക്കലും എൻട്രി എടുക്കാതിരിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ കണ്ടീഷൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്കും വെച്ചിട്ട് നിങ്ങളും ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് കൊണ്ട്
ഒക്കെ നല്ലത് തന്നെ. പക്ഷെ നമ്മൾ എപ്പോഴും ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആസ് എ ട്രേഡർ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ചാർട്ട് ഫോം ചെയ്ത ചാർട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അസംഷൻസോ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ പറയാം, ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടുവായിരുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ലൈവ് മാർക്കറ്റിൽ ഒരു ക്യാൻഡലുകൾ ഫോം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് എൻട്രി എടുക്കുമ്പോഴത്തേനാണ് ആസ് എ ട്രേഡർ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു 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 പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുന്നത്. അതുകൊണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അറിയാതെ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? അപ്പം ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ 3-4 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇതൊന്നും അറിയാൻ മേലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാൻ മേലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക. അല്ലാതെ ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞത് വെച്ചിട്ട് ഒരിക്കലും അത് ഫുള്ള് നിങ്ങൾ അതേപോലെ A to Z നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ സൂട്ട് ആവത്തില്ല. അപ്പം എപ്പോഴും നമുക്ക് മറ്റൊരാൾക്ക് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരു കാര്യം പഠിപ്പിച്ചു തരാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പം മാർക്കറ്റിൽ എപ്പോഴും അതിന്റെ ബിഹേവിയർ ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ലോജിക്ക് സെയിം ആണ്. മാർക്കറ്റിൽ എന്തൊക്കെ ഡൈനാമിക്സ് മാറിയാലും ഇതിന്റെ ലോജിക്ക് സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കും ഈ ചാർട്ടില് ഓരോ ക്യാൻഡലുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയുടെ ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയും കൂടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ആ കൂട്ടത്തില് ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ സ്പോട്ട് ചാർട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ അതേ സമയത്ത് പ്രീമിയം ചാർട്ടിലും സംഭവിക്കുന്നതെന്നും കൂടെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനാണ് നമുക്കൊരു കൺവിക്ഷൻ കിട്ടുന്നത്, ഒരു ധൈര്യം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കും, നമ്മൾ അറച്ചു നിൽക്കും, എൻട്രി എടുക്കണോ വേണ്ടേ എന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി മിസ്സാവും. എന്നിട്ട് നമ്മൾ അവസാനം നമ്മൾ ഒരു ഫോമോയിൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായല്ലോ എന്നുള്ള ഒരു നിരാശയിൽ നമ്മൾ വേണ്ടാത്തടത്ത് പോയി എൻട്രി എടുക്കും. അവിടെ കൊണ്ട് നമ്മൾ കാശ് കളയും. അതായത് നമ്മൾ എൻട്രി എടുക്കേണ്ടടുത്ത് നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കത്തുമില്ല, എൻട്രി എടുക്കേണ്ടാത്തടത്ത് പോയി നമ്മൾ എൻട്രി എടുത്ത് നമ്മൾ കാശ് കളയും. ഇങ്ങനെയാണ് നമ്മൾ ലോസ് വരുത്തുന്നത്. പലപ്പോഴും നമ്മൾ എൻട്രി എടുക്കാൻ മിസ്സായി പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റാത്തത്. പക്ഷെ അങ്ങനെ എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഇങ്ങനത്തെ കാര്യങ്ങൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചാർട്ടിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാൻ മേലെങ്കിൽ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒബ്സർവ് ചെയ്യുക. ചിലപ്പം 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യം അല്ലെങ്കിൽ 8-10 പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാകുമായിരിക്കും. ഒരു കുഴപ്പമില്ല, മിസ്സായിക്കോട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചാൽ നമ്മൾ പകുതി വിജയിച്ചു, പകുതിയല്ല 3/4 വിജയിച്ചു. അടുത്ത പ്രാവശ്യം നമുക്ക് അത് മിസ്സാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചാർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് നിൽക്കിയിരിക്കും, പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ കറക്റ്റ് ചെയ്യുക, നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.